ഒരു മെഷീൻ ലേണിംഗ് മോഡൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന കുറച്ച് മെട്രിക്സ് നോക്കാം. നമുക്ക് ഹേർട്ട് ഡിസീസ് പ്രഡിക്ഷൻ പ്രോബ്ലം എക്സാമ്പിൾ ആയി എടുക്കാം. ഇവിടെ പോസിറ്റീവ് ക്ലാസ് ഹേർട്ട് ഡിസീസ് പോസിറ്റീവ്, അതായത് ഹേർട്ട് പേഷ്യന്റ് ആണ് എന്നും നെഗറ്റീവ് ക്ലാസ് ഹേർട്ട് ഡിസീസ് നെഗറ്റീവ്, അതായത് ഹേർട്ട് പേഷ്യന്റ് അല്ല എന്നും ആണ്. ആക്ച്വലി ഹേർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒരാളെ കറക്റ്റ് ആയി അയാൾ ഹേർട്ട് പേഷ്യന്റ് ആണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കാം? ട്രൂ ആയി പോസിറ്റീവ് ക്ലാസ്സിനെ പ്രെഡിക്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ട്രൂ പോസിറ്റീവ് എന്ന് വിളിക്കാം. ഇനി ആക്ച്വലി ഹെൽത്തി ആയ, അതായത് ഹേർട്ട് പേഷ്യന്റ് അല്ലാത്ത ഒരാളെ കറക്റ്റ് ആയി അയാൾ പേഷ്യന്റ് അല്ല ഹെൽത്തി ആണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ അത് എന്താവും? ട്രൂ ആയി നെഗറ്റീവ് ക്ലാസ്സിനെ പ്രെഡിക്റ്റ് ചെയ്തു. സോ ട്രൂ നെഗറ്റീവ്. ഇനി ആക്ച്വലി ഹെൽത്തി ആയ, അതായത് ഹേർട്ട് പേഷ്യന്റ് അല്ലാത്ത ഒരാളെ റോങ് ആയി ഹേർട്ട് പേഷ്യന്റ് ആണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ, അതായത് ഫാൾസ് ആയി പോസിറ്റീവ് ക്ലാസ് എന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ അത് ഫാൾസ് പോസിറ്റീവ് ആണ്. ഇനി ഒരു ഹേർട്ട് പേഷ്യന്റിനെ റോങ് ആയി ഹെൽത്തി അല്ലെങ്കിൽ ഹേർട്ട് പേഷ്യന്റ് അല്ല എന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ അത് ഫാൾസ് നെഗറ്റീവും ആണ്. എന്തെന്ന് വെച്ചാൽ ഫാൾസ് ആയി നെഗറ്റീവ് എന്ന് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇനി ഈ 4 വാല്യൂസും ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെ ആണ് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. മെഷീൻ ലേണിംഗ് മോഡൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ഈ കൺഫ്യൂഷൻ മെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.